കല്യാണത്തിന്റെ മുൻപും പിൻപുമുള്ള അന്വേഷണങ്ങൾ, വിവാഹത്തിന് വേണ്ട മറ്റു കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു തരും. പണം വാങ്ങിച്ച് നാട് വിട്ടുപോയ ആൾക്കാരെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു തരും. നിയമപരമായ നടപടിയെടുക്കാൻ ഞങ്ങൾ സഹായിക്കും. ഞങ്ങളുടെ ഈ സേവനം ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ലഭ്യമാണ്. എല്ലാ വിവരങ്ങളും വളരെ രഹസ്യമായിരിക്കും. ബെഡ് റോക്ക് ഡിറ്റക്റ്റീവ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഫോൺ 7299909999. ചെറിയ പെരുന്നാൾ ആഘോഷിച്ച വിശ്വാസികൾ. കേരളത്തിലെ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. റംസാൻ 29 പൂർത്തിയാക്കിയാണ് ഇത്തവണ ഈദുൽ ഫിത്തർ എത്തുന്നത്. മലപ്പുറം പൊന്നാനിയിൽ മാസപ്പിറവി കണ്ടതോടെയാണ് ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ തീരുമാനമായത്. കോഴിക്കോട് ഗാസി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങളാണ് പെരുന്നാൾ പ്രഖ്യാപിച്ചത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പെരുന്നാൾ ആശംസകൾ നേർന്നു. മുഖ്യമന്ത്രിയും സാഹോദര്യത്തിൻ്റെ പ്രതിഫലനമാകട്ടെ ഈദുൽ ഫിത്തർ എന്ന് ആശംസിച്ചു. KNM ഒറ്റപ്പാലം ശാഖ BEM UP സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേക ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. മതവും മതമൂല്യങ്ങളും മനുഷ്യനന്മയ്ക്കായി ഉപയോഗപ്പെടുത്തണമെന്ന് ഈദ്ഗാഹിൽ മസ്ജിദ് മനാർ ഇമാം ഇസ്രിസ് സൊലാഹി ഈദ് സന്ദേശത്തിൽ വിശ്വാസികളെ ഉത്ബോധിപ്പിച്ചു. ഭൂമിയിലുള്ളവരുടെ കരുണ ചെയ്യുക, ആകാശത്തുള്ളവൻ നിങ്ങൾക്ക് കരുണ ചെയ്യും എന്ന പ്രവാചക വചനം എല്ലാ തരത്തിലും വർഗീയ വിഭാഗീയ ചിന്തകൾക്കെതിരെയുള്ള ഇസ്ലാമിൻ്റെ പ്രഖ്യാപനമാണെന്നും രാജ്യത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പൗരത്വ നിയമങ്ങളും ഏക സിവിൽ കോഡുമൊക്കെ നാം ഇന്ത്യൻ ജനത എന്ന് പറഞ്ഞു തുടങ്ങുന്ന നമ്മുടെ ഭരണഘടന നൽകുന്ന അവകാശത്തിൻ്റെ നിഷേധമാണെന്നും ഭരണാധികാരികൾ അത്തരം നിയമങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ോട് നിങ്ങൾ കരുണ ചെയ്യുകയാണെങ്കിൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ ചെയ്യും. അതെ, അതാണ് പ്രവാചകൻ. ഉഹദിലും ബദറിലും ഖന്തക്കിലും തബൂക്കിലും സൈന്യാധിപനായിരുന്നു പ്രവാചകൻ. മക്കയുടെയും മദീനയുടെയും ഭരണാധികാരിയായിരുന്നു പ്രവാചകൻ. ആ പ്രവാചകൻ പറഞ്ഞതും ചെയ്തതും അംഗീകരിച്ചതുമാണ് ഈ ദീൻ. അതുകൊണ്ട് ഫമാദാ ബഅദൽ ഹഖ് ഇല്ല വലാൽ, ഇതല്ലാത്തതെല്ലാം തെറ്റാണ്. ഇതാണ് ശരി. ശരി ഒന്നേ ഉള്ളൂ. ആ ശരിയുടെ കൂടെ നടക്കണം. അതുകൊണ്ട് തന്നെ ഈ മതം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ മതമാണ്.